അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് റാഗി ദോശ, കോക്കനട്ട് റാഗി ദോശ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഒരു 2 കപ്പ് റാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് അരച്ചെടുക്കണമല്ലോ ചേട്ടാ, ഇത് ഓവർലോഡായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് 2 പ്രാവശ്യമാക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം അരച്ചെടുത്തത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം അരച്ചത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഇനി രാവിലെ ഇതൊന്ന് ചുട്ടെടുക്കും. അപ്പോൾ നമ്മുടെ രാവിലെയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബാബൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വേണം അത് ചുട്ടെടുക്കാൻ. തീ ഓവറാക്കി കഴിഞ്ഞാൽ ഇത് കരിയും ചെയ്യും, പിന്നെ ഇത് പരത്താനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കോക്കനട്ട് ദോശ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ദോശയാക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പം നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നെയ്യുന്നിട്ടാ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തക്കാളി ചമ്മന്തി ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ എത്രയുള്ളൂ. അപ്പോൾ ശരി, ബൈ.